ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് ഞാൻ ഷർട്ട് കോളർ മോഡല് ഒരു ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതൊരു കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഹാഫ് സ്ലീവ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോർമൽ ബ്ലൗസാണ്, അതായത് പ്രിൻസസ് കട്ടൊന്നുമല്ല, നമ്മൾ നോർമലായിട്ട് ടക്കൊക്കെ ഇട്ട് ചെയ്യുന്ന ബ്ലൗസിൻ്റെ മോഡലിലാണ് ഈ ബ്ലൗസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ ലൈനിങ് ആണ് കട്ട് ചെയ്യുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ബാക്ക് പീസാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസ് ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ ഫോൾഡിംഗ് ഉള്ള വശത്തുനിന്നാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇതാണ് ഓപ്പൺ വശം മടക്കിയിട്ടതിൻ്റെ. ഓക്കെ, ലെങ്ത് നമുക്ക് വേണ്ടത്, ഇപ്പോൾ കസ്റ്റമറിന് ഇത്തിരി ഹൈറ്റ് കുറവായതുകൊണ്ട് ബ്ലൗസിൻ്റെ ലെങ്തും കുറവാണ്, 12.5 അപ്പോൾ നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ഓരോരുത്തരുടെയും ഹൈറ്റിൻ്റെ അനുസരിച്ച് എടുക്കണം കേട്ടോ. ഇതിപ്പോൾ 12.5, അപ്പോൾ നമ്മൾ 1 ഇഞ്ച് കൂട്ടി 13.5 ഇഞ്ച് ലെങ്ത് എടുക്കുന്നുണ്ട്. 13.5 ലെങ്ത്. കോളർ ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ ഷോൾഡർ നമ്മൾ വീതി കൂട്ടിയെടുക്കണം. ഷോൾഡറിൻ്റെ അളവ് 15 വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ 7.25 ഇഞ്ച് ഷോൾഡർ ഇതിനെടുക്കുന്നുണ്ട്. 7.25 മാർക്ക് ചെയ്യാം. കൈക്കുഴിയും നമ്മൾ 7.5 എടുക്കുന്നത്. ഒരുപാട് അങ്ങോട്ട് 7.25 എടുക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്ലൗസാണ്. അപ്പോൾ കൈക്കുഴിയുടെ ആ വശമൊക്കെ നല്ല കൈയുടെ കുഴിയിലേക്ക് ചേർന്നിരിക്കണം, അല്ലാണ്ട് ഒരുപാട് ഇറങ്ങി പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഷോൾഡർ 7.25 എടുത്തതെങ്കിലും കൈക്കുഴി 7.5 എടുക്കുന്നുള്ളൂ. ഓക്കെ, 4 ഇഞ്ച് കുറച്ചാണ് എടുക്കുന്നത്. ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് വരുന്നത് 9 ഇഞ്ചാണ്. 9 ഇഞ്ച് മാർക്ക് ചെയ്യാം. 9 ഇഞ്ച് ചെസ്റ്റ് പ്ലസ് 2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ്. വേസ്റ്റിൻ്റെ വിട്ട് വരുന്നത് 7 ഇഞ്ചാണ്. 7 പ്ലസ് 2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ്. ഇവിടെ നമ്മൾ ഹാഫ് ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് താഴെ കൊടുക്കണം. ചെസ്റ്റും വേസ്റ്റും തമ്മിൽ മാർക്ക് ചെയ്യാം. ബാക്കിൻ്റെ കൈക്കുഴി നമ്മളിപ്പോൾ വരച്ചു. അതുപോലെ തന്നെ ഇനി ഷോൾഡറിൻ്റെ അവിടുന്ന് നമ്മൾ നെക്ക് വൈഡ് എടുക്കുന്നത് 2.25. ഇവിടുന്ന് 3/4 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. ബാക്ക് സൈഡിൽ നമ്മൾ അധികം ഇറക്കുന്നില്ല. 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് വെച്ചിട്ട് നല്ല പീസ് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ബാക്ക് പീസിനെ എടുത്ത് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാനായിട്ട് എടുത്തു വെച്ചു. ഫ്രണ്ട് പീസ് ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് നമ്മളൊരു 4 ഇഞ്ചിന് മേലെ ഇവിടെ തയ്യൽ തുമ്പായിട്ട് ഇട്ട് കൊടുത്തിട്ട് നീക്കിയിട്ടാണ് ബാക്ക് പീസ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ബ്ലൗസിൻ്റെ വീഡിയോകൾ സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ ഇതൊക്കെ ബൈ ഹാർട്ടായി കാണുമെന്ന് എനിക്കറിയാം കേട്ടോ. സോറി, നിങ്ങൾ ക്ഷമിക്കുക. പുതിയതായിട്ട് വരുന്നവർക്ക് കൺഫ്യൂഷൻ വരല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. പഴയുള്ളവരൊക്കെ ക്ഷമിക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ
ബാക്ക് പീസ് ഇതേപോലെ തന്നെ ബാക്ക് പീസിൻ്റെ അളവിൽ മാർക്ക് ചെയ്തെടുക്കുകയാണ്. ഷേപ്പിൻ്റെ വശം നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ സ്ക്വയർ വരച്ചത് മാർക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് കൈക്കുഴി ഫ്രണ്ട് പീസിന് കുഴിച്ച് വെട്ടേണ്ടത് മാർക്ക് ചെയ്യാം. ഇവിടുന്ന് 3/4 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് അത് ഷോൾഡറിൽ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം. ഇവിടെ നമ്മുടെ ഷേപ്പ് വരുന്നത് ബാക്ക് പീസിന് ഇവിടെ ആയിരുന്നു, ഫ്രണ്ട് പീസിന് 1 ഇഞ്ച് ഇപ്പുറത്തേക്ക് നീക്കി വരയ്ക്കാം. എന്നിട്ട് കൈക്കുഴി നമുക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ കൈക്കുഴിയുടെ ഭാഗം വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോർമൽ ബ്ലൗസിൻ്റെ പോലെ തന്നെ ബ്രസ്റ്റ് പോയിന്റ് എടുത്ത് ടക്കുകളൊക്കെ ഇടുകയാണ്. അതൊക്കെ നമ്മൾ നോർമൽ ബ്ലൗസിന് ചെയ്ത പോലെ തന്നെ, കോളർ ബ്ലൗസിന് ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ നിങ്ങളത് ഇതിന് മുന്നേ ഉള്ള വീഡിയോകൾ നോക്കി ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മൾ ഫ്രണ്ടിലേക്കുള്ള ടക്കുകളെല്ലാം മാർക്ക് ചെയ്തു. ഇത് നമ്മൾ നോർമൽ ബ്ലൗസിന് ഇട്ട പോലെ തന്നെയാണ്. പിന്നെ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരാവുന്നത്, നമ്മളിവിടെ കഴുത്തൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ടക്ക്, നോർമൽ ബ്ലൗസിന് നമ്മൾ ഇവിടുന്ന് ഒരു 3 ഇഞ്ച് താഴത്തേക്കൊക്കെ എടുത്തിട്ടാണ് ഈ ഒരു ടക്ക് ഇടുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ എടുക്കാനായിട്ട് ഇവിടെ കഴുത്തില്ലാത്തത് കൊണ്ട് നമുക്ക് ചെറിയ കഴുത്താണ് വരുന്നത്, കോളറിനായതുകൊണ്ട്. അപ്പോൾ ഇത്ര വരും എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ വരാം. അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് ഒരു 6.5 ഇഞ്ച് പ്ലസ് ഒരു 3 ഇഞ്ച് കൂടി താഴത്തേക്ക് ഇറക്കിയിട്ട് ഇവിടുന്ന് നമ്മൾ 1.5 ഇഞ്ച് ചരിച്ചിങ്ങോട്ട് വരയ്ക്കുക. ഇതാണല്ലോ നമ്മുടെ ബ്രസ്റ്റ് പോയിന്റ് 10 ആണ്. 10ൻ്റെ അവിടുന്ന് നമ്മൾ 1 ഇഞ്ച് കൂടി താഴത്തിട്ട് ഇറക്കിയിട്ടാണ് ഈ ഒരു ടക്ക് മാർക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു 1/2 ഇഞ്ച് മുകളിലായിട്ടാണ് കറക്റ്റ് നിപ്പിൾ പോയിന്റ് വരുന്നത്. അപ്പം അതിനോട് അലീഡായിട്ട് തന്നെ വരത്തക്ക രീതിയിൽ ഇവിടുന്ന് നമ്മൾ 1.5 ഇഞ്ച് 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു പോയിന്റ് എടുത്തത്. എന്നിട്ട് നമ്മൾ സ്കെയിൽ വെച്ച് ഈ ഒരു നിപ്പിൾ പോയിന്റിനെ കണക്കാക്കി നമ്മൾ ടക്കിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ബാക്കിയെല്ലാം നമ്മൾ ഇത് മറ്റേ നോർമൽ ബ്ലൗസിന് ചെയ്യുന്ന പോലെ തന്നെ ഇവിടുന്ന് 2.5 ഇഞ്ച്, ഇവിടുന്ന് 1.25 ഇഞ്ച് എടുത്ത് ടക്കിടുക. ഇനി നമ്മൾ ചെയ്യുന്നത് കോളറിനുള്ള ആ കഴുത്ത് നമ്മൾ വെട്ടാൻ പോവുകയാണ്. നമ്മളിവിടെ നെക്ക് വൈഡ് എടുത്തിരുന്നത് 2.25 ഇവിടെ നമ്മൾ 1/4 ഇഞ്ച് കൂടി കൂട്ടി. ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് ഒരു 4 ഇഞ്ച് പോകുമല്ലോ, അപ്പോൾ ഇപ്പം 2.5 ഇഞ്ച് വിട്ട് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇറക്കം വേണ്ടത് 3 ഇഞ്ചാണ്. ഷോൾഡറിന് ഒരു 1/2 ഇഞ്ച് പോകും, പക്ഷേ ഇവിടെ നമുക്ക് അടിക്കാനായിട്ട് ഒരു 1/4 ഇഞ്ച് വേണം. അപ്പം 3.25 നമ്മളിവിടെ മാർക്ക് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് നമ്മളിത് ഇതിലേക്ക് റൗണ്ട് ചെയ്ത് വരയ്ക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മളൊരു കാര്യം കൂടി ചെയ്യണം. നമ്മൾ കോളറിൻ്റെ റൗണ്ടായിട്ടുള്ള കഴുത്തിന് ചുറ്റുമുള്ള വണ്ണം ഓൾറെഡി കസ്റ്റമറിൻ്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും ആർക്കാണോ തയ്ക്കുന്ന അയാളുടെ കഴുത്തിൻ്റെ വണ്ണം എടുത്തിരിക്കണം. എന്നാലേ നമുക്ക് ഇവിടെ ഇട്ടിരിക്കുന്ന ഈ അളവ് കറക്റ്റായോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്കിപ്പോൾ ഈ കസ്റ്റമറിൻ്റെ കഴുത്തിൻ്റെ വിട്ട് കിട്ടിയിരിക്കുന്നത് 14.25 ആണ്. 14.25 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കുക. ഷോൾഡറിന് 1/2 ഇഞ്ച് പോകും, അത് പോയി കഴിഞ്ഞിട്ട് ബാക്കി ഇവിടെ കിട്ടുന്നത് എത്രയാണെന്ന് നോക്കുക. ഇതിപ്പോൾ 4.5 ഒരു പോയിന്റ് കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ 4.5 വെച്ച് കൂട്ടാം നമുക്ക്. 4.5 ആണെങ്കിൽ 4.5യുടെ ഇരട്ടി,
അതായത് ഫ്രണ്ട് പീസ് 2 ഉണ്ടല്ലോ, 2 സൈഡിലെ. അപ്പോൾ 4.5യുടെ ഇരട്ടി എന്ന് പറയുന്നത് 9 ഇഞ്ചാണ് ഫ്രണ്ടിൽ തന്നെ കിട്ടുക. അതുപോലെ തന്നെ ബാക്ക് പീസിന് എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്കുക. ഇവിടെ നമുക്ക് അര ഇഞ്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് 2.75 2.75 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 5.5 5.5. ഇവിടെ നമ്മൾ 8.5 കിട്ടിയത്. നമ്മൾ 8.5യും 5.5യും കൂടി കൂട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് 14 കിട്ടുന്നത്. നമുക്കിപ്പോൾ കഴുത്തിൻ്റെ വണ്ണം വരുന്നത് 14.75. അപ്പോൾ ഒരു ഇത്തിരിയും കൂടി നമുക്ക് ഈ കഴുത്ത് ഒന്ന് വലുതാക്കി കൊടുക്കേണ്ടി വരും. ഇവിടെയല്ല, വിട്ടല്ല നമുക്ക് കൂട്ടേണ്ടത്, ഇത്തിരിയും കൂടി ഇറക്കം കൂട്ടി കൊടുക്കാം. ഓക്കെ, വിട്ട് അധികം നമ്മൾ കൂട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുത്തിങ്ങനെ മലർന്നിരിക്കും. അപ്പോൾ വിട്ട് അധികം കൂട്ടാണ്ട് ഈ ഇറക്കം ഇത്തിരി കൂടി കൂട്ടി കൊടുക്കുക. നമുക്ക് 5 ഇഞ്ചിനടുത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ 10, മറ്റേത് 15. ഓക്കെ, ആ ഒരു രീതിയിൽ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഫ്രണ്ട് പീസിനെ കട്ട് ചെയ്തെടുക്കാം. ഇതായപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ സ്ലീവൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ല പീസിൽ ഇത് തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇതായപ്പോൾ നമ്മൾ നല്ല പീസും ലൈനിങ് വെച്ച് ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ഇതായപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി. ലൈനിങ് പീസ് ആദ്യമേ തന്നെ നല്ല പീസുമായിട്ട് എല്ലാ സൈഡും ജോയിൻ ചെയ്ത് വെച്ചു. ബാക്ക് പീസിൻ്റെ അടിവശത്ത് നമ്മൾ പീസ് കൊടുത്ത് മറിച്ചു. ഓക്കെ, അതുപോലെ തന്നെ ഫ്രണ്ട് പീസും നമ്മൾ ടക്ക് ഇട്ടിട്ടില്ല, അതിന് മുന്നേ ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ആദ്യം നമ്മൾ ടക്കുകളൊക്കെ ഇട്ട് റെഡിയാക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഫ്രണ്ടും ബാക്കും തമ്മിൽ ജോയിൻ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഫ്രണ്ട് പീസിലെ ടക്കുകളൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തു, കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഈ പടിയായിട്ട് ജോയിൻ ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ടാണ് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഷേപ്പ് ചെയ്തു, ഷോൾഡർ ജോയിൻ ചെയ്തു, എന്നിട്ട് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ കോളറിനുള്ളത് റെഡിയാക്കാൻ പോകുന്നത്. കോളറിൻ്റെ മെഷർമെൻറ്റ് നമ്മളൊന്ന് എടുക്കുക. നമ്മൾ ഈ തയ്യൽ തുമ്പ് നമ്മൾ ഹുക്കിൻ്റെ പടി തള്ളിയിട്ടേക്കുന്ന പടി കൂട്ടണ്ട, അത് ഉള്ളിലേക്ക് പോകുന്നതാണല്ലോ. അപ്പം അത് കൂട്ടാണ്ട് ഇപ്പുറത്തേക്ക് വരുന്ന ആ വശം തൊട്ട് ജോയിൻ ചെയ്ത അവിടം തൊട്ട് നമ്മൾ 1/4 ഇഞ്ച് നീക്കി ഇട്ടിട്ടാണ് മെഷർമെൻറ്റ് എടുക്കുന്നത്. എത്രയുണ്ടെന്ന് ഇങ്ങനെ വെച്ച് വെച്ച് നോക്കുക. ഇപ്പോൾ 15 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഒരു അളവിൽ വേണം നമ്മൾ കോളറിൻ്റെ പീസ് എടുക്കാനായിട്ട്. അത് നമ്മൾ സ്റ്റിഫിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കോളർ വെട്ടിയെടുക്കാനായിട്ട് 4 ഇഞ്ച് വീതിയിലും ഒരു 8.75 ഇഞ്ച് വിട്ടിലും ഉള്ള ഒരു സ്റ്റിഫിൻ്റെ പീസാണ് ഫോൾഡിങ്ങോട് കൂടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഫോൾഡിങ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് ഈ ഫോൾഡിങ് ഉള്ള വശം നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമുക്ക് കോളറിൻ്റെ അളവ് വേണ്ടത് 7.5 അപ്പോൾ 7.5യുടെ ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഷർട്ടിൻ്റെ ആകുമ്പോൾ ഈ അറ്റത്തേക്ക് വരുമ്പം വീതി കൂടുതലാണ്. ഇവിടെ നമ്മളൊരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് വിഡ്ത്ത്. നീളം 7.5 തന്നെ എടുക്കാം. എന്നിട്ട് ഇത് ഈ 2.5യിൽ നിന്ന് ഈ 3.25ലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതും തമ്മിൽ ജോയിൻ ചെയ്യും. ഇവിടെ നമ്മൾ ഇതാണ് കഴുത്തിൻ്റെ ബാക്ക് സൈഡായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് നീക്കിയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 4.5 ഇഞ്ചോളം കിട്ടത്തക്ക രീതിയിൽ നമ്മളതിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ്.
ഇവിടെ നമ്മൾ ഷർട്ടിൻ്റെ കോളർ ഈ ഒരു ഭാഗത്തേക്ക് ഇത്തിരി തള്ളി നിൽക്കും. അപ്പോൾ ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ 7.5 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് ചരിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇതിനെ ഒന്ന് നമ്മൾ കർവ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് തുണിയിൽ ഒട്ടിച്ച് എടുക്കുകയാണ്. ഞാൻ കാണിക്കാം. ഇപ്പം നമ്മൾ കോളർ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മളിത് ലൈനിങ് പീസിലേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്, അല്ല ഒട്ടിച്ചെടുക്കുകയാണ്. അതിന് ശേഷമാണ് നല്ല പീസ് 2 പീസ് എടുത്ത് വെച്ച് അപ്പുറത്തും ഇപ്പുറത്തും കൊടുക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ ലൈനിങ് പീസിലേക്കാണ് ഒട്ടിക്കുന്നത്. ഇപ്പം നമ്മൾ സ്റ്റിഫ് ലൈനിങ് പീസിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ നല്ല പീസ് ഇതൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഫോൾഡിങ്ങോടുകൂടി 2 മടക്കിയിട്ടിരിക്കുന്നതാണ്. ഫോൾഡിങ്ങോടുകൂടിയുള്ള ഒരു പീസാണ്. അപ്പോൾ ഇത് 2 പീസായിട്ട് കിട്ടും. നമ്മളിങ്ങനെ തന്നെ വെച്ചിട്ട് ഈ ലൈനിങ്ങിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മൾ നല്ല പീസ് കട്ട് ചെയ്തെടുത്തു 2 എണ്ണം. ഈ 2 പീസ് അടിയിൽ വെച്ചിട്ട് നമ്മൾ ഇതിലേ കൂടി ഈ സൈഡിൽ കൂടി അടിച്ച് ഇങ്ങനെ മുകളിലൂടെ വന്ന് ഇവിടെ വരെ അടിച്ച് നിർത്തുകയാണ്. ഇതാണ് നമ്മൾക്ക് ബ്ലൗസിലേക്ക് ജോയിൻ ചെയ്യേണ്ട വശം. അപ്പോൾ ഈ വശം ആദ്യം നമ്മൾ അടിച്ച് ഫിനിഷ് ചെയ്ത് മറിച്ചിട്ട് റെഡിയാക്കുകയാണ് ആദ്യമേ. അത് കഴിഞ്ഞിട്ടാണ് ബ്ലൗസിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഇതിന് ചുറ്റും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കുക, എന്നിട്ട് മറിച്ചിടുക. മറിച്ചിടുക. ഇപ്പോൾ നമ്മൾ കോളർ മറിച്ചിട്ടെടുത്തു. ഇനി നമ്മൾ നമ്മുടെ ബ്ലൗസിൻ്റെ കറക്റ്റ് സെൻറ്റർ പിടിച്ച് ബാക്കിൽ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പീസുകൾ തമ്മിൽ ആ ഒരു പോർഷൻ്റെ അവിടുന്ന് ജോയിൻ ചെയ്ത് തുടങ്ങുക. ഇവിടുന്ന് ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇപ്പുറത്തേക്ക് പിടിപ്പിക്കുക. അതുപോലെ തന്നെ ഇവിടുന്ന് തന്നെ ഈ ഒരു സൈഡിലേക്കും ഫ്രണ്ടിലേക്കും ജോയിൻ ചെയ്യുക. ഓക്കെ, ഞാൻ ജോയിൻ ചെയ്തിട്ട് കാണിക്കാം. ഇതായപ്പോൾ നമ്മൾ കോളർ ഇതുമേലേക്ക് ജോയിൻ ചെയ്ത് വെച്ചു. ഈ ജോയിൻ്റ് ഇങ്ങനെ വന്നു. എന്നിട്ട് ഇപ്പുറത്തെ വശം നമ്മൾ ഈ ജോയിൻറ്റിൻ്റെ വശം ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ കവർ ചെയ്ത് അടിക്കുകയാണ്. ഇതുപോലെ ഇപ്പുറത്തെ സൈഡ് ഞാൻ കുറച്ച് ഭാഗം അടിച്ചിട്ടുണ്ട്. ഇതുപോലെ കവർ ചെയ്ത് അടിക്കുകയാണ്. ഓക്കെ, അതോടെ നമ്മുടെ കോളറിൻ്റെ പണി കഴിയാണ്. ഇപ്പം നമ്മുടെ കോളറിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വരും ബാക്ക് സൈഡ്. ഓക്കെ, ഇനി നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്ത് ഫിനിഷ് ചെയ്യാണ് ബ്ലൗസ്. ഞാനിത് ഫിനിഷ് ചെയ്തിട്ട് കാണിക്കാം. ഇതായപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ പണി ഫുള്ളോടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. വളരെ എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്